ഹായ് ഡിയേഴ്സ് ഗുഡ് മോർണിംഗ്. സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ ക്രഷും അതുപോലെ മഹിപാലും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കട്ടോ ചെയ്യുന്നത്. മഹിപാൽ പറയുന്നുണ്ട്, നിങ്ങളുടെ ജീവിതം വളരെയധികം സന്തോഷപൂർവ്വമായിരിക്കടാ. ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ, നിങ്ങൾ ഒരുപാട് കാലം സന്തോഷമായിട്ട് ജീവിക്കും. നിങ്ങൾ അങ്ങനെ പിരിഞ്ഞു പോകേണ്ടവരല്ല. നിങ്ങളുടെ സ്നേഹം സത്യസന്ധമാണ്, അതുകൊണ്ട് തന്നെ അത് ഇന്ന് നിലനിൽക്കും. ഇപ്പോഴത്തെ ആളുകളെ പോലെ ഒരു ടൈം പാസിനൊന്നല്ല നിങ്ങൾ സ്നേഹിച്ചതും എല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതം നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് പോകുന്നൊക്കെ പറയും. ഞാൻ ചുമ്മാ പറഞ്ഞതാന്നൊക്കെ മഹി പറഞ്ഞു കൊടുക്കുന്നുണ്ട് കൃഷ്ണന്. പിന്നീട് നമ്മുടെ ഹോസ്പിറ്റലാണ് കേട്ടോ കാണിക്കുന്നത്. ഹോസ്പിറ്റലിലാണെങ്കിൽ വരുണും അതുപോലെ വരുണിൻ്റെ അച്ഛനും കൂടി ചർച്ച ചെയ്യാം കേട്ടോ. നാളെ കരീം സാഹിബിന് സ്ഥലവും വീടും എല്ലാം തിരിച്ചെഴുതി കൊടുക്കണമല്ലോ. എനിക്കത് വിട്ടു കൊടുക്കാൻ തോന്നുന്നില്ലല്ലോ അച്ഛ എന്ന് പറയുന്നുണ്ട്. നീ അത് പെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നോ, എന്നാൽ ഈ ബെഡ് വിട്ട് നിനക്ക് പുറത്തിറങ്ങാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല വരുണേ എന്ന് പറയുന്നുണ്ട്. നീ അത് വിട്ടേക്ക് എടാ, നമുക്ക് നമ്മുടെ ജീവനല്ലേ വലുത്. ഒന്നുകിൽ 1,00,000 രൂപ കൂട്ടിത്തരാമെന്നല്ലേ അയാൾ പറഞ്ഞിട്ടുള്ളത്. മാന്യമായിട്ടുള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ അങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. നീ എന്തായാലും അതങ്ങ് സമ്മതിച്ചേക്കടാ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും അതല്ല അച്ഛാ, കൺമണിയായിട്ടുള്ള ഒരു പിടിവലി അത് നഷ്ടപ്പെട്ടു പോകുമല്ലോ. ഇപ്പം നല്ല സൗഹാർദ്ദത്തിലാണല്ലോ നിൽക്കുന്നത്. നീ ഒന്ന് പോയേ. അവനവൻ്റെ ജീവനല്ലാതെ മറ്റെന്തിനാടാ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. നീ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യാൻ നോക്കുമെന്ന് പറയുന്നു. പിന്നീട് ഞാനൊന്നും ആലോചിക്കട്ടെ, നീ ആലോചിച്ചുകൊണ്ടിരുന്നോ എന്ന് പറയാം കേട്ടോ. അതിനുശേഷം വീണ്ടും കാണിക്കുന്നത് നമ്മുടെ ദേവിജിയും കൺമണിയാണ് ഓഫീസിലേക്ക് ഇറങ്ങുന്നു. ആ സമയത്ത് ക്രഷ് വരുന്നുണ്ട്. അപ്പോൾ കൺമണിയോട് ദേവിജി പറയുന്നുണ്ട്, അതാ നായകൻ എത്തിയല്ലോ എന്ന് പറയുന്നുണ്ട്. വാ കൺമണി, നമുക്ക് പോകാം. ഞാൻ സാറിൻ്റെ കൂടെയല്ലേ പോകുന്നത്, ദേവിജിയുടെ കൂടെയാണ് പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇന്ന് എൻ്റെ കൂടെ വന്നേക്കൂ. നമ്മൾ ഓഫീസിലേക്കല്ല പോകുന്നത്, വേറൊരു സ്ഥലത്തേക്കാണ്. പിന്നെ എങ്ങോട്ടേക്കാണ്? ദേവിജി പറയുന്നുണ്ട്, എന്തായാലും കൃഷ്ണൻ്റെ കൂടെ പോയിക്കോ, ഒരു കാര്യം നടക്കാനായിട്ട് പോകുന്നു. ഇന്ന് കൺമണിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷപരമായിട്ടുള്ളൊരു ദിവസമാണെന്ന് പറയാം കേട്ടോ. എനിക്കൊന്നും മനസ്സിലായില്ല. നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു, വരുണിൻ്റെ അടുത്തേക്ക്. അവിടെ വെച്ചിട്ടാണ് രജിസ്ട്രേഷൻ നടക്കാനായിട്ട് പോകുന്നത്. കരീം സാഹിബ് അങ്ങോട്ട് വരുന്നു. അതെങ്ങനെ ശരിയാവുക? അത് ശരിയാവുന്ന കാര്യം അതൊക്കെ ശരിയാവും. കൺമണി ഇത് നേരിട്ട് കണ്ട് മനസ്സിലാക്കേണ്ട ഒരാളാണ്. ഇന്ന് കൺമണിക്ക് സ്വന്തമാണ് ആ വീടും സ്ഥലം, ഞാനില്ലേ കൂടെ എന്ന് പറഞ്ഞിട്ട് കൺമണിയും കൃഷ്ണൻ കൂടെ അങ്ങോട്ടേക്ക് പോകുന്നു. ദേവിജിയാണെങ്കിൽ സന്തോഷപ്പെട്ടിരിക്കുക കേട്ടോ. പിന്നീട് ധനലക്ഷ്മിയെ കാണിക്കുന്നത്. വരുൺ വിളിച്ചിട്ട് ധനലക്ഷ്മിയോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. വരുൺ മോനെ എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമല്ലേ മോനെ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് തന്നെ വരുൺ പറയുന്നുണ്ട്, എൻ്റെ ഏട്ടത്തി ഇനി എന്തായാലും ആ വീടും സ്ഥലവും ഞാൻ കരീം സാഹിബിന് എഴുതി കൊടുക്കാനായിട്ട് പോകുന്നു. എന്തായാലും ഇത് പറയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ്. വരുൺ മോനെ നീ ചതിക്കല്ലേ, എന്തൊക്കെയാണ് പറയുന്നത്, എനിക്ക് വേറെ നിവർത്തിയില്ല. ഏട്ടത്തിയും അമ്മായിമാരും എല്ലാവരും അവിടെ നിന്ന് ഇറങ്ങിക്കോളും. എനിക്കിതിൽ ഇനി റോളില്ല. കാരണം ഒന്നും എൻ്റെ ജീവനാ വലുത്. കുറേ കാലമായി കൺമണിയെ കെട്ടിച്ചേരാ എന്ന് പറഞ്ഞാൽ ഇതുവരെ ഒന്നും നടന്നിട്ടില്ല, ഇനി ഒന്നും നടക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഇനി ഞാൻ പറയുന്ന പോലെ തന്നെ കാര്യങ്ങൾ നടക്കുള്ളൂ എന്ന് പറയുന്നു. നീ ചതിക്കല്ലേ, ആ വീട് സ്ഥലം എനിക്ക് എഴുതാം മോനെ. നിങ്ങൾക്ക് അതിന് മാത്രം കാശുണ്ടോ എന്ന് ചോദിക്കുകയാണ്. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്ക് എഴുതി തന്നിട്ടുണ്ടെങ്കിൽ ആ കരീം സാഹിബ് എന്നെ വിടില്ല. എനിക്ക് വയ്യ അതിനൊന്നും നിൽക്കാം. ഇനി ഞാൻ അറിയിച്ചു എന്നുള്ളൂ, ഇനിയിപ്പോൾ എന്ത് വേണമെങ്കിൽ തീരുമാനിച്ചോ എന്ന് പറയുന്നു കേട്ടോ. ധനലക്ഷ്മിക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. അതിനുശേഷം ധനലക്ഷ്മി തൂങ്ങി മരിക്കാനായിട്ട് നോക്കുന്നു കേട്ടോ. അങ്ങനെ ഒരു സാരിയൊക്കെ ഇട്ട് കരുത്തിൽ കുരുക്കിയിട്ട് അമ്മായിമാർ വരുന്ന സ്ഥലത്ത് നിന്നിട്ട് ഞാനിപ്പോൾ മരിക്കും, എനിക്ക് ജീവിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. എന്താ ധനലക്ഷ്മി കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പിടിച്ചു മാറ്റുന്നുണ്ട്. ഈ സാരി നീ കെട്ടിത്തൂങ്ങി ചാത്ത് കഴിഞ്ഞാൽ, കാരണം അങ്ങനെ ചാവൊന്നുമില്ല, കാരണം ഈ സാരി പൊട്ടിവിടും, അത്രയ്ക്ക് ബലമൊന്നുമില്ല ഈ സാരിക്ക് എന്ന് പറയുന്നു. അത് കണ്ടിട്ട് തന്നെയാണ് ധനലക്ഷ്മി ആ സാരി എടുത്തതും. അതിനുശേഷം തന്നെ അമ്മായിമാരെല്ലാം കൈവിട്ട് പോയി. ഇന്ന് ആ കരീം സാഹിബിനെ എഴുതി കൊടുക്കാൻ പോകുന്നു. വരുണ് നമ്മുടെ വീടും സ്ഥലമൊക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യും, ഇവിടുന്ന് ഇറങ്ങേണ്ടി വരുമല്ലോ എന്നൊക്കെ പറഞ്ഞ് തകർന്ന് നിൽക്കാം കേട്ടോ. അപ്പോഴത്തേനും അമ്മായിമാരും ടെൻഷൻ ആവുന്നുണ്ട്. എല്ലാ അമ്മായിമാരും മരിക്കാനുള്ള നോക്കുക കേട്ടോ. എന്തായാലും ഒരു പ്രതിവിധി ഉണ്ടാവില്ലല്ലോ ഇനി എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു. മാനസയെ കാണിക്കുന്നു പിന്നെ കേട്ടോ. പിന്നെ മാനസയും അതുപോലെ ആൻറ്റിയമ്മീനെ കാണിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ കൃഷ്ണൻ ഇവിടുന്ന് മാറ്റാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തായി മാനസയെന്ന് പറയുന്നു. നീ അതിന് കാര്യങ്ങൾ കണ്ടുപിടിച്ചോ എന്ന് ചോദിക്കുക കേട്ടോ. അത് ഞാൻ ശ്രദ്ധിച്ചു, ബാംഗ്ലൂരിലേക്ക് തന്നെ മാറ്റുമായിരിക്കും നല്ലത്. ഞാൻ അവിടുന്ന് പോകുന്നപ്പോൾ കുറച്ച് പണി കൊടുത്തിട്ടുണ്ട്, അതെല്ലാം നികത്താൻ തന്നെ കൃഷിന് കുറച്ച് സമയമെടുക്കും. നീ എന്താ ഈ പറയുന്നത്? അലികെ നശിപ്പിക്കുന്ന ഒരു കാര്യം നീ ചെയ്യരുത്, അങ്ങനെ ചെയ്യാൻ പാടില്ല. അല്ല ആൻറ്റിയമ്മ, അതിന് പല വഴികളും നോക്കേണ്ടി വരുമെന്ന് പറയുന്നു. അലികയെ നശിപ്പിച്ചുകൊണ്ട് ആവരുത് ഒരു നീക്കങ്ങളും പോക്കുകളും. അതുകൊണ്ട് തന്നെ നീ എനിക്ക് പണി തരാൻ നിൽക്കരുത് മാനസയെന്ന് പറയുന്നു. പക്ഷേ മാനസയാണെങ്കിലോ അലികയ്ക്ക് ഇട്ടൊരു പണി കൊടുത്തിട്ട് തന്നെയാണ് ബാംഗ്ലൂരിൽ നിന്ന് വന്നതെന്നുള്ളത് ഉറപ്പാണ്. എല്ലാം നശിപ്പിക്കാനാണ് അവൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആൻറ്റിയമ്മ ചിന്തിക്കുന്നു, ഇവൾ എനിക്കിട്ട് പണി തരൂ എന്ന രീതിയിലൊക്കെ ആകെ പെട്ടുപോകും എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം സാഗർ വിളിക്കുന്നു. ഞാൻ ഇന്ന് അങ്ങോട്ട് വരികയാണ് ചേച്ചിയമ്മേ, എനിക്ക് എന്തായാലും ബലരാമിനെ ജാമ്യത്തിലെടുത്തേ പറ്റുള്ളൂ. കൃപമോൾ ആവശ്യപ്പെട്ടുകൊണ്ടേ നിൽക്കുകയാണ്, ഇനി വൈകിച്ചൂടാ എന്ന് പറയുന്നു. എൻ്റെ മോനെ, ഞാൻ എന്താ പറയേണ്ടത്, നീ ഇങ്ങൊന്ന് വാ എന്ന് പറയും കേട്ടോ. പിന്നീട് കാണിക്കുന്ന ബലരാമിനെ ആ ക്രിമിനൽ ലോയറിനെ ആട്ടോ കാണിക്കുന്നത്. അപ്പോൾ അയാൾ വന്നിട്ട് രണ്ടുപേരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാട്ടോ ചെയ്യുന്നത്. എന്തായാലും സാഗറും സുജാതി എൻ്റെ അച്ഛനും അമ്മേൻ്റെ സ്ഥാനത്താണ്. പക്ഷേ എൻ്റെ വളർത്തി വലുതാക്കിയ സുമിത്രയും അതുപോലെ ബാലുവും
എൻ്റെ എൻ്റെ ദൈവത്തെ പോലെയാണ്. അവർ പറഞ്ഞാൽ ഞാൻ എല്ലാം ചെയ്യും. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിച്ചത്. എൻ്റെ അച്ഛൻ്റെ ആഗ്രഹമാണ് ആ സാഗറിനെ വകവരുത്തുക എന്നുള്ളത്. അത് മകൻ എന്ന കടമയിൽ ഞാൻ ചെയ്തു കൊടുക്കും. അതാണ് എൻ്റെ ആഗ്രഹവും. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് വക്കീൽ എനിക്ക് ജാമ്യം നേടിത്തരണം. എന്നിട്ട് സാഗറിനെ കണ്ടുമുട്ടാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരണം എന്ന രീതിയിൽ പറയുന്നുണ്ട്. എല്ലാം അവസാനിപ്പിക്കാൻ പോവുകയാണ്. സാഗറിന് എൻ്റെ മനസ്സിലുള്ള സ്ഥാനം അത് ഒഴിവാക്കിയതിന് ശേഷം മാത്രമാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുള്ളൂ എന്നുള്ള കാര്യം ബലരാമൻ പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ വിഷം നിറയ്ക്കുകയായിട്ടോ ചെയ്യുന്നത് ബലരാമൻ്റെ മനസ്സിനകത്ത്. പിന്നീട് ഹോസ്പിറ്റലിൽ തന്നെയാണ് കാണിക്കുന്നത്. വരുണും അതുപോലെ അച്ഛനും കൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിട്ടോ ചെയ്യുന്നത്. ഇന്ന് എന്തായാലും കരീം സാഹിബ് വരും. എന്തായാലും നമുക്ക് ആ രജിസ്ട്രേഷൻ നടത്താം മോനെ എന്ന് പറയുന്നു. നീ ഒരു ടെൻഷൻ അടിക്കേണ്ട, എന്ത് വന്നാലും കൺമണിയും അതുപോലെ വീട്ടുകാരെയും എന്തായാലും ആ വീട്ടിൽ എന്തായാലും കരീം സാഹിബ് നിർത്തില്ല, അവരെ ഇറക്കി വിടും. അതുകൊണ്ട് നമുക്ക് ലാഭമല്ലേ ഉള്ളൂ. പിന്നെ 1,00,000 രൂപ കൂടുതലും കിട്ടും. അത് സത്യമാണല്ലോ. അങ്ങനെ ഒരു സന്തോഷ വാർത്തയും കൂടി ഉണ്ടല്ലേ അതിൽ. എന്തായാലും അങ്ങനെ തന്നെ നടക്കട്ടെ. അങ്ങനെ രജിസ്ട്രാറും കരീം സാഹിബും ആ ഗുണ്ടകളെയും കൂട്ടിയിട്ട് വരികയാട്ടോ ചെയ്യുന്നത്. ആ കരീം നമ്മുടെ വരുൺ മോന് സുഖം തന്നെയല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സുഖം തന്നെയാണ്. ഇത് രജിസ്ട്രാർ, ഇതൊക്കെ ആരാന്ന് ചോദിക്കുമ്പോൾ ഇത് രജിസ്ട്രാറും ഇത് എൻ്റെ ഗുണ്ടകളാണോ എന്ന് ചോദിക്കുക. അല്ല, ഗുണ്ടകളെന്ന് പറഞ്ഞിട്ട് ഇവരെ കളിയാക്കാതെ വരുൺ മോനെ എന്നൊക്കെ പറഞ്ഞ് പേര് പരിചയപ്പെടുത്തി കൊടുക്കുന്നു കേട്ടോ. അങ്ങനെ രജിസ്ട്രാർ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ ആ ഒരു വീടും സ്ഥലവും കള്ള രീതിയിൽ തന്നെയാണ് എഴുതി വാങ്ങിച്ചതില്ലേ. കോടതിയിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ശിക്ഷകൾ ലഭിക്കും. ഇനിയിപ്പോൾ അതിനൊന്നും നിൽക്കണ്ട, എത്രയും പെട്ടെന്ന് തിരിച്ചെഴുതി തരൂ എന്ന് പറയുന്നു. ആർക്കാണ് ഇത് തിരിച്ചെഴുതി കൊടുക്കേണ്ടത് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേരല്ലല്ലോ ഇതിൽ വെച്ചിരിക്കുന്നത് എന്ന് പറയാം കേട്ടോ. ഞങ്ങൾക്കല്ല, എൻ്റെ ഒരു വളരെ വലിയൊരു സുഹൃത്തിനാണ് ഞാൻ എഴുതി കൊടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അങ്ങനെ എന്തായാലും അതൊന്നും നോക്കണ്ട മോനെ എന്ന് അവരുടെ അച്ഛൻ പറയുന്നുണ്ട്. എന്തായാലും നീ അതൊന്ന് എഴുതി കൊടുക്ക്, അതങ്ങ് തലേന്ന് ഒഴിഞ്ഞ് പോട്ടെ, നീ അത് കൊടുക്ക് മോനെ എന്ന് പറയുന്നു. അതാണ് ശരി എന്നിട്ട് പറഞ്ഞ് രജിസ്റ്റർ പേന കൊടുക്ക്, അവൻ ഒപ്പിടട്ടെ എന്ന് പറയുന്നു. അങ്ങനെ കയ്യിൽ കൊണ്ട് വരുണ അതിൽ സൈൻ ചെയ്യാനായിട്ട് നോക്കുന്നു കേട്ടോ. അതിനുശേഷം തന്നെ ഞങ്ങളിതാ ചെക്കാണ് തരാനായിട്ട് പോകുന്നത്, ക്യാഷുമായിട്ടുള്ള ഇടപാട് ഞങ്ങൾക്കില്ല, എല്ലാം ബാങ്ക് വഴിയാണെന്ന് പറഞ്ഞിട്ട് ആ ചെക്ക് കൈമാറുന്ന സമയത്ത് തന്നെയാണ് ആ ഞെട്ടിക്കുന്ന വാർത്ത അരുൺ തിരിച്ചറിയുന്നത് കേട്ടോ. മറ്റൊന്നല്ല, ആ ഒരു ചെക്ക് അത് കൃഷിൻ്റെ പേരിലുള്ളതാണ്. എന്തായാലും അതിലൂടെ തന്നെ എന്തായാലും വരുണേന് കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു നല്ല എപ്പിസോഡ് വിശേഷം കഴിയുന്നത്. എന്തായാലും ഇതിനേക്കാൾ നല്ലൊരു എപ്പിസോഡായിട്ട് നാളെ കാണാം. എന്തായാലും പ്രമോ ആയിട്ട് നമുക്ക്